ഹായ് സ്റ്റുഡൻസ്, നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 2024 സ്കീമിലുള്ള S4ത്തെ സബ്ജക്റ്റായിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു തെർമോഡൈനാമിക്സ് സബ്ജക്റ്റിൽ 4 മൊഡ്യൂൾസാണ് വരുന്നത്. ആൻഡ് ഓരോ മൊഡ്യൂളിൽ നിന്നും ടോട്ടൽ 15 മാർക്സാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ വെറുതെ തിയറി മാത്രം പഠിച്ചു പോയാൽ പോരാ, തിയറി മനസ്സിലാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 15 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള മൊഡ്യൂൾസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ്. സോ നിങ്ങളെല്ലാവരും ഒരു ബുക്കും പേപ്പറും എടുത്ത് റെഡി ആയിരുന്നോ ലെക്ചർ നോട്ട്സ് എഴുതാൻ. ആൻഡ് നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് മൊഡ്യൂൾ 1ത്തെ സിലബസ് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചോ. അപ്പോൾ സ്റ്റുഡൻസ്, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക് ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് തെർമോഡൈനാമിക്സ്? നിങ്ങളൊരു സ്റ്റീം ടർബൈൻ കൺസിഡർ ചെയ്യുക. ആൻഡ് സ്റ്റീം ടർബൈനിലേക്ക് ഇൻപുട്ടായിട്ട് ഹൈ പ്രഷറിലുള്ള സ്റ്റീം എൻ്റർ ചെയ്യും. ആ സ്റ്റീം എന്ത് ചെയ്യും? ഈ ടർബൈൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ സ്റ്റീം എക്സ്പാൻഡ് ആയിട്ട് ടർബൈൻ്റെ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് അത് ഒരു ഷാഫ്റ്റിലേക്ക് കൊടുത്ത് ആ ഒരു മെക്കാനിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യും. ആൻഡ് റിമൈനിങ് ആയിട്ടുള്ള സ്റ്റീം പുറത്തേക്ക് പോകും. സോ അവിടെ ഒരു എനർജി എൻ്റർ ചെയ്തു. ആൻഡ് ആ എനർജി പല ഫോമിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ബേസിക്കലി തെർമോഡൈനാമിക്സ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ ഡെഫിനിഷൻ: ഇൻ സിമ്പിൾ ടേംസ്, തെർമോഡൈനാമിക്സ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് മാറ്റേഴ്സ്. ഓക്കെ, നമുക്ക് തെർമോഡൈനാമിക്സിലെ കുറച്ച് സിമ്പിളായിട്ടുള്ള ടേംസ് നോക്കാം. സിസ്റ്റം. എ സിസ്റ്റം ഈസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ എ പ്രിസ്ക്രൈബ്ഡ് റീജിയൻ ഓഫ് സ്പേസ്. ഇപ്പോൾ നമ്മൾ സ്റ്റീം ടർബൈൻ്റെ കേസിൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടർബൈനാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ബൗണ്ടറി. ദ ആക്ച്വൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ എൻവലപ്പ് എൻക്ലോസിങ് ദ സിസ്റ്റം ഈസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. ഈ ഒരു ടർബൈനിൽ ബ്ലേഡ്സ് ഉണ്ടാവും. ആൻഡ് ആ ബ്ലേഡ്സിനെ കവർ ചെയ്തും കൊണ്ട് എന്തുണ്ടാവും? ഒരു എൻവലപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു എൻവലപ്പിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ബൗണ്ടറി എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് വൺ, സറൗണ്ടിങ്സ്. എവറിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് നോൺ ആസ് സറൗണ്ടിങ്. ആ സിസ്റ്റത്തിൻ്റെ, ആ ടർബൈൻ്റെ പുറത്ത് വരുന്ന എന്തിനേയും നമ്മൾ എന്ത് പറയും? സറൗണ്ടിങ്സ് എന്ന് പറയും. നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം. ഈ ഫിഗറിൽ ഒരു ബൗണ്ടറി ഉണ്ട്. ഓക്കെ, ആൻഡ് ആ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള സാധനമാണ് എന്ത്? സിസ്റ്റം. ആൻഡ് ആ ബൗണ്ടറിക്ക് ചുറ്റും പുറത്ത് വരുന്നതാണ് എന്ത്? സറൗണ്ടിങ്സ്. ഈ ഒരു സിമ്പിൾ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഈ ഒരു ബേസിക് സിസ്റ്റം എന്താണ്, ബൗണ്ടറി എന്താ, സറൗണ്ടിങ് എന്താണെന്ന് എക്സാമിൽ നിങ്ങളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു ഫിഗർ വരയ്ക്കുക. ആൻഡ് നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, സിസ്റ്റംസ്. ഫസ്റ്റ് വൺ, ഓപ്പൺ സിസ്റ്റം. An open system is the one in which matter flows into or out of the system. ഓക്കെ, ഏതെങ്കിലും ഒരു മാസ്സുള്ള മാറ്റർ അത് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കും വരും, അതേപോലെ തന്നെ പുറത്തേക്കും പോകും. ഫോർ എക്സാമ്പിൾ, ടർബൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കാം. ഇവിടെ ഒരു വാൾവിൻ്റെ ഉള്ളിൽ കൂടെ ഓപ്പൺ സിസ്റ്റത്തിലേക്ക് ഗ്യാസ് എൻ്റർ ചെയ്തു. ആൻഡ് ഈ ഗ്യാസ് അവിടെ എക്സ്പാൻഡ് നമ്മൾ ഈ ഒരു പിസ്റ്റൺ വെച്ച് പുള്ള് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാസ് എന്ത് ചെയ്യും? ഇതുവഴി പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് സിംപ്ലി ഓപ്പൺ സിസ്റ്റം. ഇനി ക്ലോസ്ഡ് സിസ്റ്റം. ഇഫ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ഈസ് ഇംപെർവിയസ് ടു ദ ഫ്ലോ ഓഫ് മാറ്റർ, ഇറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾ, ഇതിൽ ഒരു ബൗണ്ടറി ഉണ്ട് ആൻഡ് ഗ്യാസും ഉണ്ട്. പക്ഷേ ഇൻലെറ്റ് വാൾവും ഇല്ല, ഔട്ട്ലെറ്റ് വാൾവും ഇല്ല. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരാനോ ഉള്ള യാതൊരു ഓപ്പണിങ്സും ഇല്ല. അതിനെ നമ്മൾ എന്ത് പറയുക? ക്ലോസ്ഡ് സിസ്റ്റം. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം.
An isolated system is the one which exchanges neither energy nor matter with any other system or with environment. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജിയും അതേപോലെ തന്നെ മാറ്ററും മാസുള്ള സബ്സ്റ്റൻസിനെയും ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യില്ല. എങ്ങോട്ട്? പുറത്തേക്കുള്ള സറൗണ്ടിങ്സ് ഓർ എൻവിയോൺമെൻറ്റിലേക്ക്. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുക. സോ 3 ടൈപ്പ് സിസ്റ്റം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ആൻഡ് ഈ 2 ഫിഗറും നിങ്ങൾ ഓർത്ത് വെച്ചു: ഓപ്പൺ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം. നെക്സ്റ്റ് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആൻഡ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ഇൻ തെർമോഡൈനാമിക്സ്? അതിൽ ഫസ്റ്റ് നമുക്ക് മാക്രോസ്കോപ്പിക് അപ്രോച്ച് നോക്കാം. ഇൻ മാക്രോസ്കോപ്പിക് അപ്രോച്ച് ഈസ് കൺസേൺഡ് വിത്ത് ഓവറോൾ ബിഹേവിയർ. certain quantity of matter is considered. ഓക്കെ, ഒരു ബോഡിയുടെ certain quantity of matter ആയിരിക്കും നമ്മളവിടെ കൺസിഡർ ചെയ്യുക. ആൻഡ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ നോക്കുക. അനാലിസിസ് ഓഫ് ദിസ് അപ്രോച്ച് റിക്വയേഴ്സ് സിമ്പിൾ മാത്തമാറ്റിക്കൽ ഫോർമുല. മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ നമുക്ക് സിമ്പിൾ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദ വാല്യൂസ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം ആർ ദെയർ ആവറേജ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മോളിക്യൂൾസിൻ്റെയും ഒരു ആവറേജ് ആയിരിക്കും. ദ ചേഞ്ചസ് ഇൻ ദ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ഫെൽറ്റ് ബൈ അവർ സെൻസസ്. നമുക്ക് അത് നേരിട്ട് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റും ആ ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ. In order to describe a system, only a few properties are needed. മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ കുറച്ച് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. മൂവിങ് ഓൺ ടു മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. The system is made up of very large number of discrete particles known as molecules, which has different velocities and energies that changes constantly. So, structure of matter is considered. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും മോളിക്കുലാർ ലെവലുള്ളതാണ്. സോ നമുക്ക് മോളിക്കുലാർ ലെവലിൽ നോക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി മോളിക്യൂൾസിൻ്റെ വെലോസിറ്റീസും അതേപോലെ തന്നെ എനർജീസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് സ്ട്രക്ചറൽ ലെവലിൽ ബേസിക് ലെവലിൽ തന്നെ നോക്കുന്നതിനാണ് എന്ത് പറയുക? മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. അനാലിസിസ് ഓഫ് ദിസ് അപ്രോച്ച് റിക്വയേഴ്സ് അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ടു എക്സ്പ്ലെയിൻ ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആർ റിക്വയർഡ് ഫോർ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. നെക്സ്റ്റ് വൺ, ദ പ്രോപ്പർട്ടീസ് ലൈക്ക് വെലോസിറ്റി, മൊമെൻറ്റം, impulse which describe the molecules cannot be easily measured by instruments and our senses cannot feel them. ഓക്കെ, മോളിക്കുലാർ ലെവലിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന് നമുക്ക് ഈസിലി വിസിബിൾ അല്ല. സോ ആൻഡ് അതിനെ മെഷർ ചെയ്യുന്നത് ഡിഫിക്കൾട്ടാണ്. ലാർജ് നമ്പർ ഓഫ് വേരിയബിൾസ് ആർ നീഡഡ് ടു ഡിസ്ക്രൈബ് എ സിസ്റ്റം. സോ ദ അപ്രോച്ച് ഈസ് കോംപ്ലിക്കേറ്റഡ്. സോ ഓവറോൾ ഈ ഒരു മൈക്രോസ്കോപ്പിക് അപ്രോച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്തത് നമുക്ക് കണ്ടിന്യൂം കൺസെപ്റ്റ് നോക്കാം. ഇൻ കണ്ടിന്യൂം കൺസെപ്റ്റ്, എ സബ്സ്റ്റൻസ് ഈസ് ട്രീറ്റഡ് ആസ് കണ്ടിന്യൂസ് യൂണിഫോം മെറ്റീരിയൽ വിതൗട്ട് കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്. ഒരു സബ്സ്റ്റൻസ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഫാക്റ്റ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് വി കൺസിഡർ, ഇപ്പോൾ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ വാട്ടറിന് ഒരു കണ്ടിന്യൂസ് യൂണിഫോം മെറ്റീരിയൽ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് വാട്ടറിലൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഇതെല്ലാം ആ ഒരു പോയിന്റിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ആൻഡ് ശരിക്കും ഈ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മോളിക്യൂൾസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കില്ല. അവർക്ക് ആ മോളിക്യൂൾസിന് ഒരു റാൻഡം മോഷൻ ഉണ്ടാവും. പക്ഷേ കണ്ടിന്യൂം കോൺസെപ്റ്റിൽ നമ്മൾ ആ ഒരു റാൻഡം മോഷൻ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക എ സബ്സ്റ്റൻസ് ഈസ് കണ്ടിന്യൂസ് യൂണിഫോം മെറ്റീരിയൽ. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് മീൻസ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ആർ അസ്യൂംഡ് ടു എക്സിസ്റ്റ് at every point in the material and vary smoothly from one point to another. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോൾ വോളിയം. എ ഫിക്സഡ് ഓർ മൂവിങ് റീജിയൻ ഇൻ എ സ്പേസ് എൻക്ലോസ്ഡ് ബൈ ആൻ ഇമാജിനറി ബൗണ്ടറി
through which mass and energy can cross, and it's used to analyze open thermodynamic system. So control volume എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിക്സഡ് സ്പേസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂവിങ് റീജിയൻ വിത്തിൻ എ സ്പേസ്, ആൻഡ് അതെന്ത് ചെയ്യും, ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിരിക്കും. ആൻഡ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് എനർജിയും അതുപോലെ തന്നെ മാസ് എൻ്റർ ആവുകയും ചെയ്യും, അതേപോലെ തന്നെ എക്സിറ്റ് ആവുകയും ചെയ്യും. സോ നമ്മൾ ആ ഒരു എൻ്റർ ആകുമ്പോഴും എക്സിറ്റ് ആകുമ്പോഴും എത്ര വർക്ക് ഡൺ നടന്നു എന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾഡ് വോളിയം യൂസ് ചെയ്യാം. സോ എ കൺട്രോൾ വോളിയം ഈസ് എ ഫിക്സഡ് ഓർ മൂവിങ് റീജിയൻ വിത്തിൻ എ സ്പേസ് എൻക്ലോസ്ഡ് ബൈ ആൻ ഇമാജിനറി ബൗണ്ടറി ത്രൂ വിച്ച് മാസ് ആൻഡ് എനർജി ക്യാൻ ക്രോസ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഓപ്പൺ തെർമോഡൈനാമിക് സിസ്റ്റം. നമുക്കിവിടെ ടർബൈൻ്റെ കേസിൽ നോക്കാം. ആൻഡ് ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ ഈ ടർബൈനിലേക്ക് ഒരു ഹൈ പ്രഷർ സ്റ്റീം എൻ്റർ ആവുന്നുണ്ട്. ആൻഡ് അത് ഈ ഒരു ടർബൈനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടെ എക്സിറ്റ് ആവുന്നുണ്ട്. സോ ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവിടെ അബ്സോർബ് ആവുന്നുണ്ട്. ആൻഡ് ആ ഒരു ഹൈ പ്രഷർ സ്റ്റീം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടർബൈനെ റൊട്ടേറ്റ് ചെയ്ത് ടർബൈൻ്റെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ആവും. സോ നമ്മളിവിടെ നോക്കുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടർബൈൻ എത്ര വർക്ക് ഡൺ ചെയ്തു എന്നുള്ളത് കിട്ടും. നമ്മൾ വിത്തിൻ എ കൺട്രോൾ വോളിയം നമ്മൾ എന്ത് ചെയ്യും, ഈ ടർബൈൻ്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കൺട്രോൾ വോളിയം യൂസ് ചെയ്യുക. ഇവിടെ ഇത് നോക്കിയേ, സ്റ്റീം എൻറ്റേഴ്സ് ആൻഡ് എക്സിറ്റ് ദിസ് ബോക്സ്. The turbine produces work which crosses the boundary as shaft power. Using the control volume concept, we apply energy and mass conservation to calculate turbine performance. സോ ഈ ഒരു കൺട്രോൾ വോളിയം കൺസെപ്റ്റ് യൂസ് ചെയ്ത് ആ ഒരു ഫിക്സഡ് ബൗണ്ടറിക്കുള്ളിൽ നമ്മൾ എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എനർജി ആൻഡ് മാസ് കൺസർവേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ടർബൈൻ്റെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ കൺട്രോൾ വോളിയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു.